പരസ്യചിത്ര മേഖലയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച വിൻസ്മെറ എന്ന ജ്വല്ലറിയുടെ പരസ്യം. ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത മോഹൻലാലിന്റെ സ്ത്രൈണതയെ ആഭരണവുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിച്ചപ്പോൾ ലഭിച്ചത് മനോഹരമായ ഒരു പരസ്യചിത്രമായിരുന്നു. ആരും കൊതിച്ചു പോകും എന്ന ടാഗ്ലൈനിലെത്തിയ പരസ്യത്തിൽ മോഹൻലാലിനൊപ്പം പ്രകാശ് വർമ്മയും അഭിനയിക്കുന്നുണ്ട്. പരസ്യ ഷൂട്ടിനായി ലൊക്കേഷനിലെത്തുന്ന മോഹൻലാലിനെ കാണിച്ചുകൊണ്ടാണ് വിൻസ്മെറ ജ്വൽസിന്റെ പരസ്യം ആരംഭിക്കുന്നത്. ഇതിനിടയിൽ ലൊക്കേഷനിലെ ആഭരണങ്ങൾ കാണാതാകുന്നതും ഈ കാര്യം പറയാനായി പ്രകാശ് വർമ്മ മോഹൻലാലിന്റെ കാരവാനിലേക്ക് വരുന്നതുമാണ് പരസ്യത്തിൽ. കാരവാനിലുള്ള മോഹൻലാൽ ആഭരണങ്ങൾ ധരിച്ച് കണ്ണാടിയിൽ നോക്കി സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്നതാണ് പരസ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. എന്നാൽ പരസ്യം പുറത്തു വന്നതിന് പിന്നാലെ മോഹൻലാലും പ്രകാശ് വർമ്മയും പരസ്യവും ട്രോളുകളിൽ നിറയുകയാണ്. മോഹൻലാലിനെതിരെ വ്യക്തി അധിക്ഷേപം വരെ ഉയരുന്നുണ്ട്. മോഹൻലാലിന്റെ അതിമനോഹരമായ അഭിനയത്തെ ഏതൊരു ദയയുമില്ലാതെ തേജോവധം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. ഹേറ്റ് കമന്റുകൾ നിറയ്ക്കുന്നവരിൽ കൂടുതൽ ലാലേട്ടന്റെ ഫാൻസ് ആണെന്ന് പറയുന്നവരാണ് എന്നതാണ് വിരോധാഭാസം. അങ്ങേയറ്റം മോശമായ വാക്കുകൾ വരെ ഉപയോഗിച്ചാണ് മോഹൻലാൽ ഫാൻസ് പരസ്യത്തിനെതിരെ രംഗത്തെത്തുന്നത്. മുണ്ടും മടക്കി കുത്തി മീശ പിരിച്ച് കുളത്തിലെ പായൽ വെള്ളത്തിൽ മിക്സ് ചെയ്തടിക്കുന്ന ലാലേട്ടന് മാത്രമാണോ ഈ ആരാധകർക്ക് ആവശ്യം? തന്നിലെ നടന്റെ എല്ലാ വശങ്ങളെയും ആഴത്തിൽ പഠിക്കാൻ കൊതിക്കുന്ന ഒരു അഭിനയം മോഹി കൂടിയാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുമ്പോൾ അത് ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്നും അതിന്റെ എല്ലാ വശങ്ങളും മലയാളത്തിന്റെ മോഹൻലാൽ ആലോചിച്ചിട്ടുണ്ടാകും. എന്നെങ്കിലും ആളുകൾ വിശാലമായി ചിന്തിക്കുന്ന കാലം വരും എന്ന വിശ്വാസത്തിന് പുറത്ത് ചെയ്തതുമാകാം. എന്തായാലും ഒരു പരസ്യം ചെയ്താൽ കിട്ടുന്ന പണം മാത്രം മുന്നിൽ കണ്ടല്ല അദ്ദേഹം ഇത് ചെയ്തതെന്ന് വ്യക്തം. തന്നെ കളിയാക്കുന്ന ട്രോൾ കണ്ട് ഞാനിവരെയൊക്കെ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിച്ച മനുഷ്യനാണ്. ഇതും അതേ ലാഘവത്തിൽ തന്നെ അദ്ദേഹം സ്വീകരിക്കട്ടെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.